തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി വനം വകുപ്പും പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ നടന്ന യോഗത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പങ്കെടുത്തു. തിരുവാഭരണ ഘോഷയാത്രയുടെ മുന്നോടിയായി പന്തളത്തും യോഗം ചേർന്നു. ജനുവരി 12-നാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ജനുവരി 14-ന് സന്നിധാനത്ത് എത്തിച്ചേരും. തീർത്ഥാടകർക്ക് സുഗമമായ മകരവിളക്ക് ദർശനത്തിന് എല്ലാവിധ ക്രമീകരണങ്ങളും വനംവകുപ്പ് ഏർപ്പെടുത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇന്നത്തെ സമയബന്ധിത പരിപാടി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി അഴുതക്കടവ്, പമ്പ സന്നിധാനം, സത്രം, സന്നിധാനം പാതകളിൽ ഇക്കോ ഗാർഡുകളെയും വനംവകുപ്പ് വിന്യസിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പരമ്പരാഗത കാനനപാതയിൽ CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിൽ വനംവകുപ്പ് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും. വനം പോലീസ് സേനകൾ സംയുക്തമായി 4-ാം മൈൽ പുല്ലുമേട് പാതയിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. പുല്ലുമേട്ടിലെ മകരജ്യോതി വ്യൂ പോയിന്റിന്റെ ചുറ്റും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ബാരിക്കേഡ് നിർമ്മിക്കും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.